സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ISRO, ഇന്ത്യയിലുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അതിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 500-ലധികം വേക്കൻസികളുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെ പ്ലേലിസ്റ്റും അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഡേ ബൈ ഡേ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമല്ലോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിൽ വരുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റാണ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ. പോസ്റ്റ് കോഡ് 001-002 എന്നുള്ളതാണ് വേക്കൻസി. 3 വേക്കൻസി ഉണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ME അല്ലെങ്കിൽ MTech MSc കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തതാണ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ തന്നെ. 2 വേക്കൻസി ഉണ്ട്. MSc കഴിഞ്ഞവർ അല്ലെങ്കിൽ അതേമാതിരി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ റെലവൻറ്റ് ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏറ്റവും മിനിമം 65% മാർക്കാണ് പറയുന്നത്. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് സാലറി എന്ന് വെച്ചാൽ നല്ല ഹൈ സ്കെയിൽ സാലറിയാണ്. ലെവൽ 10 പ്രകാരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാലറിയാണ് ഉണ്ടാവുക. അതിൽ ലെവൽ 10 സാലറിയാണ് ഉണ്ടാവുക. രണ്ടാമത്തെ പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. 55 വേക്കൻസികളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാലറി വരുന്നത് ലെവൽ 7 സാലറിയാണ്. നല്ല സാലറി സ്കെയിലാണ്. അടുത്ത പോസ്റ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. അത് 6 വേക്കൻസികളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് BSc ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ലെവൽ 7 സാലറിയാണ്. നല്ല സാലറി സ്കെയിലാണ്. അടുത്ത പോസ്റ്റ് ലൈബ്രറി അസിസ്റ്റൻറ്റ്. 1 വേക്കൻസിയാണുള്ളത്. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി പിന്നെ ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലെവൽ 7 സാലറിയാണ് വരിക. അടുത്തതാണ് ടെക്നീഷ്യൻ ബി. ടെക്നീഷ്യൻ ബിയിലേക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ, അങ്ങനെ 142 രണ്ടിലും കൂടിയായിട്ട് 142 വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ SSLC ഉള്ളവർക്കാണ് പ്ലസ് ITI ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലെവൽ 3 സാലറിയാണ്. സാലറി സ്കെയിൽ കുറവാണ്, എന്നാലും നല്ല കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടാവും. അടുത്തതാണ് ഫയർമാൻ A. 3 വേക്കൻസി ഉണ്ട്. SSLC പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ ഒരു യോഗ്യതയും വേണ്ട, SSLC പാസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് കുറച്ച് കുറവാണ്. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലെവൽ 2 സാലറിയാണ്. സാലറി സ്കെയിൽ കുറച്ച് കുറവാണ്, എന്നാലും നമ്മുടെ നാട്ടിലെ കേരള സർക്കാർ ലെവലിലുള്ള സാലറി ഒക്കെ ആയിരിക്കും ലഭിക്കുക. അടുത്തതാണ് കുക്ക്. 4 വേക്കൻസി ഉണ്ട്. അതും SSLC പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലേക്ക് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി വരുന്നത് ലെവൽ 2 സാലറിയാണ്. അടുത്തതാണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A. 6 വേക്കൻസി ഉണ്ട്. SSLC പാസ്സായിരിക്കണം. 3 വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അത് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 2 സാലറിയാണ്. അടുത്ത ലാസ്റ്റ് പോസ്റ്റാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ A. 2 വേക്കൻസിയാണുള്ളത്. അത് SSLC പാസ്സായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 3 ഡ്രൈവിങ്ങിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ മിനിമം 3 വർഷം ഉണ്ടെങ്കിലും ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലെവൽ 2 പ്രകാരമുള്ള സാലറിയാണ് ലഭിക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റാണ് www.isro.gov.in അല്ലെങ്കിൽ www.ursc
www.istrac.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ www.istrac.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് എത്ര എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 16 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും ഫെബ്രുവരി 16 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് കമൻറ്റ് ബോക്സ് കൊടുക്കുക. അതിൽ കയറിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഇതേമാതിരിയുള്ള വേക്കൻസികളൊക്കെ കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുത്തോളൂ. മിനിമം SSLC യോഗ്യത ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.